സ്വർഗസ്ഥനായ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദിയോടെ നിന്റെ വാതിലുകളിൽ പ്രവേശിക്കുന്നു. സ്തുതിയോടെ നിന്റെ പ്രാകാരങ്ങളിൽ പ്രവേശിക്കുന്നു. എൻ്റെ ജീവിതത്തോടുള്ള നിന്റെ നന്മയ്ക്കും കരുണയ്ക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. നീ സർവശക്തനായ കർത്താവായ ദൈവമാണ്. നീയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു. നീ എൻ്റെ സങ്കേതമാണെന്നും നീയാണ് പ്രധാന മൂലക്കല്ലെന്നും ഞാൻ പറയുന്നു. സത്യവും ജീവനുള്ളതുമായ ദൈവത്തിൽ ആശ്രയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്നും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ എനിക്ക് അഭയം നൽകുന്നു. ജീവന്റെ സംരക്ഷണത്തിനുമായി എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും മേൽ യേശുവിൻ്റെ രക്തം ഞാൻ പറയുന്നു. നരകത്തിൻ്റെ കവാടങ്ങൾ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എതിരെ ജയിക്കില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ വീടിൻ്റെ ഓരോ വാതിൽപ്പടിയിലും എൻ്റെ വീടിൻ്റെ ഓരോ ജനൽപ്പടിയിലും സംരക്ഷണത്തിനായി ഞാൻ യേശുവിൻ്റെ രക്തം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രയോഗിക്കുന്നു. കർത്താവേ, എൻ്റെ കുടുംബവും ഞാനും എല്ലാ രാത്രിയും താമസിക്കുന്ന ഇടത്ത് അങ്ങയുടെ അഗ്നിസ്തംഭം കാണപ്പെടട്ടെ. രോഗവും ക്ഷീണതയും എൻ്റെ അടുക്കൽ വരാൻ അങ്ങ് അനുവദിക്കില്ല എന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നു. അതിനാൽ രോഗവും ക്ഷീണതയും എന്നിൽ നിന്ന് വളരെ അകലെയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കാണാൻ കഴിയാത്ത എല്ലാത്തിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നരകത്തിൽ നിന്നുള്ള പിശാചോ, അശുദ്ധാത്മാവോ, തലമുറകളുടെ ശാപമോ, ഒരു ദൗർഭാഗ്യമോ നീ നിമിത്തം എന്നെയോ എൻ്റെ കുടുംബത്തെയോ സ്പർശിക്കുകയില്ല. എല്ലാ നാമങ്ങൾക്കും മുകളിൽ ശക്തി നൽകപ്പെട്ട നാമമായ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ 91 അങ്ങയുടെ വചനം രാത്രിയിലെ ഭീകരതയിൽ നിന്നും പകൽ പറക്കുന്ന അമ്പിൽ നിന്നും എന്നെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. എനിക്ക് ആ വാഗ്ദാനം ലഭിക്കുന്നു. നീ നിന്റെ വചനത്തോട് വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ശക്തനും സർവശക്തനുമായ ദൈവമാണ്. എൻ്റെ ജീവിതത്തിന്മേലുള്ള അങ്ങയുടെ സംരക്ഷണത്തിന് ആത്മാർത്ഥമായ നന്ദിയോടെയാണ് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുന്നത്. നീ എൻ്റെ സുരക്ഷിത സ്ഥലമായതിനും എൻ്റെ സങ്കേതമായതിനും നന്ദി. അങ്ങയുടെ അത്ഭുതകരമായ കരുതലിനും ആർദ്ര കാരുണ്യത്തിനും ഞാൻ നന്ദിയുള്ളവനാണ്. കർത്താവേ, ഈ ലോകത്തിൽ എനിക്ക് ചുറ്റും ധാരാളം ശത്രുക്കളുണ്ട്. അദൃശ്യ ലോകത്ത് പിശാച് പ്രവർത്തിക്കുന്നു. എന്നെ വഴിതെറ്റിക്കുന്നതിനും വിശ്വാസത്തിൽ നിന്ന് എന്നെ അസ്ഥിരപ്പെടുത്തുന്നതിനും ശ്രമിക്കുന്നു. അതിനാൽ ഞാൻ നിന്നെ വിളിക്കുന്നു. എൻ്റെ കൈകൾ കൊണ്ട് എനിക്ക് പോരാടാൻ കഴിയാത്ത ഒരു യുദ്ധമാണിത്. അതിനാൽ എന്നേക്കാൾ ഉയർന്ന ഒരു ശക്തിയെ ഞാൻ വിളിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ വിളിക്കുന്നു. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, മറിച്ച് വാഴ്ചകൾക്കെതിരെ, ശക്തികൾക്കെതിരെ, ഉന്നതങ്ങളിലെ ആത്മീയ ദുഷ്ടതയ്ക്കെതിരെയാണ് ഞങ്ങൾ പോരാടുന്നതെന്ന് നിന്റെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സ്വർഗീയ സംരക്ഷണം എനിക്ക് ആവശ്യമാണ് എന്ന് ഇത് എടുത്തു കാണിക്കുന്നു. നിന്നെ ഭയപ്പെടുന്നവരുടെ ചുറ്റും കർത്താവിൻ്റെ ദൂതൻ പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നുവെന്ന് വചനം പറയുന്നുവല്ലോ. കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയുക. അവനിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ സംരക്ഷണ വാഗ്ദാനത്തിന് നന്ദി. ഇത്രയും അനുഗ്രഹീതമായ പ്രത്യാശ നൽകുന്ന ഒരു സങ്കീർത്തനം. ദൈവമേ, ഞാൻ നിന്നിൽ സമാധാനം കണ്ടെത്തുന്നു. കാരണം ഞാൻ ക്ഷീണിതനാകുമ്പോൾ എൻ്റെ ശക്തി പുതുക്കുന്ന ദൈവമാണ് നീ. എൻ്റെ മുമ്പിൽ നിന്റെ സമാധാന ദൂതന്മാർ പോകട്ടെ. അവർ എൻ്റെ മേൽ ഭരിക്കട്ടെ. പിതാവേ, യേശുവിൻ്റെ രക്തത്താൽ മൂടപ്പെടുമ്പോൾ സംരക്ഷണത്തെക്കുറിച്ച് ഞാൻ വിഷമിക്കേണ്ടതില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വിശ്രമിക്കുന്നു. ഞാൻ സമാധാനത്തിലാണ്. കർത്താവെ, നീ എല്ലാം അറിയുന്ന ദൈവമായതിനാൽ ഞാൻ എൻ്റെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കുന്നില്ല. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെയും ഞാൻ ദിനം പ്രതി നേരിടുന്ന വെല്ലുവിളികളെയും നേരിടാൻ കഴിയേണ്ടതിന് സ്വർഗീയ ശക്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ ആക്രമണങ്ങളെ നേരിടാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. എനിക്ക് മറികടക്കാൻ ആവശ്യമായ ശക്തി നൽകണമേ. ഭയവും ഉത്കണ്ഠയും എന്നെ പിന്നോട്ട് വലിക്കാതിരിക്കാൻ എനിക്ക് സമാധാനം നൽകണമേ. ഇന്ന് ഞാൻ അങ്ങയുടെ ദിവ്യ സംരക്ഷണ അനുഗ്രഹങ്ങൾ തേടുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഉത്കണ്ഠയോ ഭയമോ എൻ്റെ കൂട്ടുകാരനാകാൻ ഞാൻ അനുവദിക്കുന്നില്ല. നിന്നിൽ ആശ്രയിക്കാനും വിഷമിക്കാതിരിക്കാനും എന്നെ സഹായിക്കൂ. എന്നെ സംരക്ഷിക്കാനുമുള്ള അങ്ങയുടെ പരിധിയില്ലാത്ത കഴിവിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ എന്നെ സഹായിക്കണമേ. ഞാൻ യേശുക്രിസ്തുവിൻ്റെ സംരക്ഷണയിലായതിനാൽ ഞാൻ ഭാഗ്യവാനാണ്. നീ എല്ലാ ദിവസവും എന്നെ കാക്കുന്നതിനാൽ ഞാൻ ഭാഗ്യവാനാണ്. കർത്താവായ യേശുവേ, നീ എൻ്റെ മുമ്പിൽ പോകുകയും എൻ്റെ വരവും പോക്കും നിരീക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ എപ്പോഴും സന്തോഷിക്കും. കാരണം ഞാൻ നിന്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഒരു അപകടവും എന്നെ കീഴടക്കില്ല. ഞാൻ എന്ത് നേരിട്ടാലും ഞാൻ നിന്നിൽ വിശ്വാസം അർപ്പിക്കും. ഞാൻ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ഞാൻ ശക്തനും ധീരനുമാണ്, കാരണം അങ്ങ് എൻ്റെ പക്ഷത്താണെന്ന് എനിക്കറിയാം. പിതാവേ,
എൻ്റെ എല്ലാ ചുവടുകളും അങ്ങയുടെ കൽപ്പനയിലാണ് നീങ്ങുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃപയുടെ സിംഹാസനത്തെ ധൈര്യത്തോടെ സമീപിക്കാൻ പറയുന്ന നിന്റെ വചനത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നീ എൻ്റെ അപേക്ഷ കേൾക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ ഈ ദിവസത്തിൽ നിന്ന് സമയമെടുത്ത് ഇങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു: നന്ദി. എന്നോട് ദയ കാണിച്ചതിന് നന്ദി. എന്നോട് ക്ഷമ കാണിച്ചതിന് നന്ദി. പിതാവേ, ഞാൻ എപ്പോഴും നിന്റെ നിഴലിൽ വസിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത്, ഞാൻ എപ്പോഴും നിന്റെ അടുത്താണ്. നീ എപ്പോഴും അടുത്താണ്. ഒരിക്കലും എന്നിൽ നിന്ന് വളരെ അകലെയല്ല. ഞാൻ നിന്നോട് പറയും, കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൻ്റെ മൂലക്കല്ലാണ്. നീ എൻ്റെ ബലമുള്ള ഗോപുരമാണ്. എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകാനും എൻ്റെ സംരക്ഷകനാകാനും ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. കർത്താവായ യേശുവേ, നീ വിശ്വസ്തനാണ്. നീ എന്നെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവേ, എൻ്റെ ആവശ്യ സമയത്ത് നീ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമാധാനമോ സന്തോഷമോ നഷ്ടപ്പെടുത്തുന്ന ഒന്നും എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. സമാധാനം നൽകി എന്നെ അനുഗ്രഹിച്ചതിന് ഇന്ന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ശാന്തമായ ഒരു മനസ്സും അസ്വസ്ഥതയില്ലാത്ത ഒരു ഹൃദയവും നൽകി എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി. കർത്താവേ, ഈ ലോകത്തിലെ കാര്യങ്ങൾ എന്നെ വളരെയധികം ബാധിച്ച് എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ പർവ്വതങ്ങളെ നേരിടാൻ, എൻ്റെ ഗോലിയാത്തിനെ നേരിടാൻ ഭയമില്ലാതെ എൻ്റെ കർത്താവിനെ വിടുവിക്കുമെന്ന ഉറപ്പുള്ള ആത്മവിശ്വാസത്തോടെ കർത്താവേ, എനിക്ക് കൃപ നൽകണമേ. അവൻ എന്നെ ഉയർത്തുകയും എല്ലാ ദോഷങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.